ഇപ്പോൾ ടുഡേയ്സ് വീഡിയോ ഇസ് എ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. ഞാൻ ഇതുവരെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വ്ലോഗ് വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. അപ്പോൾ ഞാൻ ഇത് രാവിലെ എഴുന്നേറ്റ് ബെഡൊക്കെ ക്ലീൻ ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് ബെഡൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാൽ ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ. അപ്പം ഞാൻ ഇത് എല്ലാം ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടിയാണ് സ്കിൻ കെയർ എന്നൊന്നും പറയാനൊന്നുമില്ല. ഒരു മോയ്സ്ചറൈസറോ ഒരു ലിപ് ബാമോ ഒരു സിറം, ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ. ഇനി അടുത്ത പരിപാടി ടു ഡു ലിസ്റ്റ് ചെയ്തലാണ്. ഞാനങ്ങനെ ടു ഡു ലിസ്റ്റ് ചെയ്തൊന്നും ഒരാളൊന്നുമല്ല, ബട്ട് ഞാൻ ഇടയ്ക്ക് എഴുതും ഇടയ്ക്ക് എഴുതില്ല, അങ്ങനെയൊക്കെ ഇതിലാണ് കേട്ടോ ടു ഡു ലിസ്റ്റ് ചെയ്താറുള്ളത്. നമ്മൾ ടു ഡു ലിസ്റ്റ് ചെയ്താൽ ഇനി അടുത്തത് എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ വേണ്ട, വേഗം എടുത്ത് നോക്കിയിട്ട് അടുത്ത് ചെയ്താൽ. ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി ഇനി കുറച്ച് വെള്ളം കുടിക്കാം. ഞാൻ ഡെയിലി മോർണിംഗിൽ ഇത്തിരി വെള്ളം കുടിക്കാറുണ്ട്. രാവിലെ തന്നെ ഇത്തിരി വെള്ളം കുടിച്ചാൽ കുറച്ച് പോസിറ്റീവ് എനർജി കിട്ടും. അപ്പം ഞാനിതാ നൈറ്റ് ഡ്രസ്സൊക്കെ മാറ്റി ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം നമുക്കൊന്ന് ഗെയിമൊക്കെ കളിച്ചു. അപ്പം ഞാൻ കളിക്കാൻ പോകുന്നത് ലാവൻഡർ വേർഡാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിമാണ്. നമുക്കിങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്ന അങ്ങനത്തെയൊക്കെയുള്ള ഗെയിമാണ് കേട്ടോ. ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫുഡ് നെയ്സ് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. അങ്ങനെ ബാൽക്കണിയിൽ പോയേക്കുമ്പോൾ നല്ല മഴയുടെ കോളുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നോക്കി നോക്കുമ്പോൾ ഒരു കേക്കിന്റെ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഉമ്മ ഉണ്ടാക്കിയതാണ്. ഇത് റെഡ് ബി കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കഴിച്ച് റാഹത്തായി നിൽക്കുമ്പോഴാണ് അടുത്ത പണി. കുറച്ച് നോട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നോട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അവിടെ ഇരുന്ന്. അങ്ങനെ ഒരു 12 മണി 12:30 ആയപ്പോൾ ഒരു കുളി പാസ്സാക്കി. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പെർഫ്യൂമും ഒരു ഇത്തിരി മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമൊക്കെ ഇട്ട് ഞാൻ താഴെ പോയി. കിച്ചണിൽ പോയപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ബീഫ് ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമ കാണാൻ വേണ്ടി ഓടും കുതിര ചാടും കുതിര ആയിരുന്നു കേട്ടോ കണ്ടത്. സിനിമയൊക്കെ കാണുമ്പോൾ ഒരു സ്നാക്സും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ബിങ്കോ എടുത്തിട്ടുണ്ട്. സിനിമ കണ്ട് പിന്നെ ഉറങ്ങിപ്പോയി. പിന്നെ എണീക്കുന്നത് മഗ്‌രിബായപ്പോൾ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പഠിക്കാൻ വിചാരിച്ചു. പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ജേർണൽ ചെയ്യാനൊക്കെ തന്നെ ജേർണൽ ചെയ്യാനുള്ള വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പക്ഷെ ഞാൻ ചെയ്ത ജേർണൽ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ചെയ്ത ജേർണൽ. രസമുണ്ടോ കമൻറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം ഞാൻ പിന്നെ ലാപ്പിൽ യൂട്യൂബിൽ വീഡിയോസ് കാണാൻ നോക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലപ്പോൾ കാണുന്ന ചാനലാണിത്. സീക്രട്ട് സ്റ്റോറി നൈറ്റ് എന്നാണ് ചാനലിൻ്റെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ വീഡിയോസ്. നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോസൊക്കെയാണ് ഇവരുടെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു. ഇനി ഞാൻ നൈറ്റ് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. അപ്പം രാവിലത്തെ പോലെ തന്നെ ഒരു സിറമും ഒരു ലിപ് ബാം ഒരു മോയ്സ്ചറൈസർ, ഇതാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയറും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഒന്നൊരു ബുക്ക് വായിക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് സ്റ്റോറി ബുക്കാണ്. എൻ്റെ ഫേവറേറ്റ് ബുക്കാണിത് കേട്ടോ. അങ്ങനെ ബുക്കൊക്കെ വായിച്ച് ഞാൻ ഉറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാതിരിക്കും. ബൈ ബൈ. ഡോണ്ട് ഫോർഗെറ്റ്, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.